ശ്രീ രതീഷ് ചക്രവാണി, ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ ആ വിഷയം അത് വളരെ ഗൗരവമുള്ളതാണോ? മോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനൊപ്പം BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം വി ഡി സതീശൻ സർക്കാർ, UDF സർക്കാർ, കേരളവും ഇപ്പോൾ സുപ്രീം കോടതിയെ ഈ വിദ്യാർത്ഥി വേട്ട നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കോൺഗ്രസ് സർക്കാരിനും അത്തരമൊരു അവസ്ഥ രാജ്യത്തില്ല. ഇതാണ് സാഹചര്യം. മറ്റ് BJP ഇതര സർക്കാരുകൾക്കുമില്ല. ഇപ്പോൾ തമിഴ്നാടടക്കം ഞാനതാണ് സൂചിപ്പിച്ചത്. ഇതൊരു ഗൗരവമായ സാഹചര്യമാണോ? ദേശീയ തലത്തിൽ നിൽക്കുന്നു, സംസ്ഥാന തലത്തിലും സമാനമായ ഒരു സാഹചര്യം, ഇത്തരം സമരങ്ങളോട് കാട്ടുന്ന സമീപനം വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിൽ നമ്മുടെ പി രാജീവ് ഇട്ടിട്ടുള്ള പോസ്റ്റിൽ ആ ഒരു ഇൻവേർട്ടഡ് കോമ ഒഴിവാക്കിയാലും വലിയ തെറ്റൊന്നുമില്ല. കാരണം കേരളം ഭരിക്കുന്നത് ഏതാണ്ട് BJP തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിൻ്റെ നടപടികളൊക്കെ തന്നെ കൃത്യമായി എടുത്തു നോക്കിയാൽ കാണാം. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അവിടെ ചെന്ന് അത്തരമൊരു പ്രകടനത്തിൽ, അതായത് പ്രധാനമന്ത്രിയുടെ മാർച്ചിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അന്ന് എങ്ങനെയാണ് അവിടെ നിന്നത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പവൻ ഖേര അടക്കമുള്ള ആളുകൾ വലിയ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ഒരു വിളിക്കാത്ത കല്യാണത്തിൽ ചെന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാണ് അവിടെ നിന്നിരുന്നത്. കൂടാതെ ആദ്യമായിട്ട് അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരേ ഒരു തവണ മാത്രമാണ് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിമർശനം നടത്തിയത്. ആ വിമർശനം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഞാനും കൂടി പോയി പങ്കെടുത്തിരുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന ഇന്ത്യയിലെ പരീക്ഷാ നടത്തിപ്പുകൾ ഇത്തരത്തിൽ പ്രശ്നമാകുന്നതിനെക്കുറിച്ചോ BJPക്കെതിരെയോ എപ്പോഴെങ്കിലും ഒരു വളരെ കൃത്യമായും വ്യക്തവുമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് യഥാർത്ഥത്തിൽ കേരളവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ ഈ പ്രശ്നമുണ്ടായി, തെലങ്കാനയിൽ സമരമുണ്ടായി. പക്ഷെ അവിടെയുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനങ്ങളാണ് എടുത്തിരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. പക്ഷെ അങ്ങനെ എടുക്കാത്ത ഒരേ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരിപാടിക്ക് മഹാരാജാസ് കോളേജിലായിട്ട് ഒരു പരിപാടി നടത്താൻ വേണ്ടി അകത്ത് ഏതോ ഒരു പെട്ടി വണ്ടിയിൽ മൈക്കും കെട്ടിവെച്ച് വന്നതിനെതിരെ അപ്പം തന്നെ FIR ഇട്ട് നടപടിയെടുക്കുകയും അതിൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേസെടുത്തത് വലിയ കാര്യമായിട്ടാണ് എന്നിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്ത് പെർമിഷൻ മേടിച്ചിട്ടാണ് ഇവർ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തത്? പിന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിചാരിച്ചിരുന്നത് എന്താണ്? അത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയാമല്ലോ. കാരണം ഈ പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും ഒഴികെ മറ്റാരോടും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ജനിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ശരത്തിനോ ഉള്ള ഒരു വിശ്വാസം പോലെ തന്നെ ഉള്ള വിശ്വാസം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്നുള്ളത് നമ്മളങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഭരിക്കുന്നത് അദാനിയിലൂടെ BJP ആണോ, BJPയിലൂടെ അദാനിയാണോ എന്ന് പറയുന്ന സംശയം മറ്റു പല കാര്യങ്ങളിലും നമുക്കുണ്ടായതാണ്. ഇപ്പോൾ ഇവിടെയും അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ അർത്ഥമാക്കേണ്ടതുള്ളൂ. അല്ലാതെ രാഷ്ട്രീയമായ ഒരു നിലപാട് പറയുന്ന ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെയോ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ 2.5 മാസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. റൈറ്റ്.